ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷം നടന്നതുപോലെ കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിപാടി വച്ചിരിക്കുന്നു. രണ്ട്, മതനിരപേക്ഷ നിലപാട്. എല്ലാവിധ വർഗീയ ശക്തികൾക്കുമായിട്ടെതിരായിട്ട് മതനിരപേക്ഷ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത്. അതിനെ ആർക്ക് വേണമെങ്കിൽ പിന്താങ്ങിയാലും ഞങ്ങൾ ആ വോട്ട് വേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ആ വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക്, ഞങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുമായിട്ട് ചർച്ച, നീക്കുപോക്ക് ഉണ്ടാക്കുക, ഈ പണിക്കൊന്നും പോകത്തില്ല. പക്ഷേ ആരുടെ വോട്ട് തന്നാലും അത് വേണ്ടെന്ന് പറയത്തില്ല. അതെന്തിനു വോട്ട് കൊടുക്കുന്നു എന്നുള്ള ചർച്ച ചെയ്യേണ്ടത് വോട്ട് തരുന്നവരാണ്. SDPയുടെ കാര്യത്തിൽ ആരാ ചർച്ച നടത്തിയിരിക്കുന്നത്? മഞ്ചേശ്വരത്ത് നിന്ന് അവരുടെ സ്ഥാനാർത്ഥി പിൻവാങ്ങിയത് UDF-ആയിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ, നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ? വെൽഫെയർ പാർട്ടിനെ അവരുടെ UDF മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് ചേർത്തിരിക്കുകയല്ലേ? അത്തരത്തിലുള്ള ഏർപ്പാടുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവില്ല. എന്നാൽ ആര് ഞങ്ങളുടെ നിലപാടിന്, വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള നിലപാടിന് പിന്തുണ നൽകുന്നു, ആ പിന്തുണ വേണ്ടെന്ന് പറയുന്നു. മതനിരപേക്ഷതയ്ക്ക് പിന്തുണ നൽകുമെന്ന് കരുതണം. വികസനത്തിനായിരിക്കാം. അവരോട് ചോദിക്കണോ? ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ എനിക്ക് എന്ത് വോട്ട് ചെയ്യുന്നു, എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് ഞാൻ വരുമോ? ഇതാണ് നിലപാട്. അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കാം എന്തിനാണ് വോട്ട് നൽകുന്നത് എന്നുള്ളത്. ഇത് UDF അല്ല. UDF വെൽഫെയർ പാർട്ടി പോലെ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുമായിട്ട് അവിശുദ്ധ പരസ്യ ബന്ധത്തിലാണ്. SDPയുമായിട്ട് മഞ്ചേശ്വരത്ത് UDF ആണ് ചർച്ചയ്ക്ക് പോയത്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവാങ്ങണം, നിങ്ങൾ തനിച്ച് വോട്ട് പിടിച്ചാൽ ഞങ്ങൾക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞ് ധാരണയിലെത്തിയത് UDF ആണ്. ഞങ്ങൾ അങ്ങനെയുള്ള ചർച്ചയ്ക്കില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാടിന് ആര് പിന്തുണച്ചാലും മതനിരപേക്ഷത, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം കേരളത്തിലെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ആര് പിന്തുണച്ചാലും ആ വോട്ട് എന്തിനു വേണ്ടെന്ന് ഞങ്ങളെന്തിനു പറയണം? അതെ, ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും വെള്ളം ചേർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDP വോട്ട് വാങ്ങി എന്നതായിരുന്നു പരാജയശേഷം നമ്മൾ വിലയിരുത്തിയത്. അതെ, ആ വോട്ട് അപ്പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് ആ വോട്ട് നഷ്ടപ്പെടും. അത് പറഞ്ഞിട്ടുണ്ട്. ആര് വോട്ട് ചെയ്താലും ഇല്ലില്ല, ആര് വോട്ട് ചെയ്താലും ഞങ്ങളിപ്പോ ചാപ്പ് കുത്തി ഇന്നിന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ നിലപാട്, ആ നിലപാട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിലപാട് വികസനത്തിന്റെ ഒരു പരിപാടി വെച്ചിട്ടുള്ളതാണ്. പുതിയ വർഗീയ കക്ഷികളുടെ വോട്ട് വാങ്ങിയിട്ട് പിന്നെ BJPക്ക് എന്ത് വർഗീയതയാണെന്ന് പറയും? നമ്മളെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഇന്ത്യയിലെ പൗരൻ LDFന് വോട്ട് ചെയ്താൽ അത് പാടില്ല എന്ന് പറയും. പക്ഷെ ഞങ്ങളായിട്ട് ഇങ്ങനെയുള്ള ശക്തികളുമായിട്ട് ഒരു ചർച്ചക്കോ നീക്കുപോക്കിനോ പോകുന്നു. ഏതെങ്കിലും ഒരു പൗരൻ BJPക്ക് വോട്ട് ചെയ്താൽ അത് വർഗീയതയുടെ വിജയമാണ്. BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ BJP ആണ് വർഗീയ പാർട്ടിയാണെന്ന് ഇന്ത്യയില് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അവർ വോട്ട് ചെയ്ത വർഗീയത വോട്ട് ചെയ്ത് പറയില്ലേ? എന്താ തെറ്റതില്?